നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചത് തള്ളണോ വേണ്ടയോ? കോൺഗ്രസിൽ സർവത്ര ആശയക്കുഴപ്പം. മതത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നു എന്ന ആരോപണത്തോടെ ക്ഷണം CPM നിരസിച്ചതോടെ കേരളത്തിൽ കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി. CPM നിലപാട് മാത്രമല്ല, ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ ആർജവമുണ്ടോ എന്ന സമസ്തയുടെ ചോദ്യവും കേരളത്തിൽ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കുന്നു. മൃദു ഹിന്ദുത്വ നിലപാടുകളിൽ നിന്ന് മാറിയാൽ വരാൻ പോകുന്ന കോട്ടം മനസ്സിലുള്ളതുകൊണ്ട് പെട്ടെന്ന് വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയില്ല. സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയോ പങ്കെടുക്കുമെന്ന് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് ഒരാഴ്ച മുൻപേ പറഞ്ഞതാണ്. എന്നാൽ പ്രശ്നം വിവാദമായതോടെ നേതാക്കൾ മൗനത്തിലായി. കൃത്യസമയത്ത് ഉത്തരം കിട്ടുമെന്ന ഒഴുക്കൻ മറുപടിയാണ് നേതാക്കൾ ഇപ്പോൾ നൽകുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ഉദ്ഘാടനത്തിന് പോവില്ല എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് മടിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അയോധ്യ ക്ഷണം തള്ളാൻ കോൺഗ്രസിന് കഴിയുമോ? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസിന് കഴിയുമോ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകാതിരിക്കാൻ? കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ദേശീയ പാർട്ടിയല്ലേ. ദേശീയ പാർട്ടി ഇന്ത്യയിൽ ഇപ്പോഴും 19% വോട്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ BJP എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ അടുത്ത ഓപ്ഷൻ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തന്നെയാണ്. ഉത്തരേന്ത്യയിലെ മഹാഭൂരിപക്ഷം കോൺഗ്രസിൻ്റെ അനുയായികളും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാമൻ എന്ന് വെച്ചാൽ നിങ്ങളിവിടെ മുസ്ലിങ്ങൾക്ക് ഇവിടെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ഇപ്പം ഗുരുവായൂരപ്പനെന്നോ അല്ലെങ്കിൽ ശ്രീപരമനാഭനെന്നോ കുട്ടിച്ചാത്തനെന്നോ ഗുളികണെന്നൊക്കെ പറയും. അവിടെ അല്ല, അവർക്ക് രാമൻ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. ഈ കൃഷ്ണൻ എന്ന് വെച്ചാൽ അവർ ഭജൻസിലൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അവർ രാമൻ എന്നുള്ളത് അവരെ സംബന്ധിച്ച് അള്ളാഹ് എന്നുള്ള കോൺസെപ്റ്റ് പോലെ തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ്. അവർ പരസ്പരം വിഷ് ചെയ്യുന്നവർ, നിങ്ങൾ ഈ കഴിക്കുന്ന ആർഎസ്എസ് കൊണ്ടുവന്നു, അവർ പരസ്പരം വിഷ് ചെയ്യുന്നത് പോലും ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് ഇവോൾവ് ചെയ്ത് വന്ന സമയത്തുടനീളം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഈ ഹൈന്ദവ മൂല്യങ്ങളോ അല്ലെങ്കിൽ ഹൈന്ദവ തത്വഹിന്ദുവായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ്. പോലീസുകാരുടെ യൂണിഫോമിലൊക്കെ സത്യമേവ ജയതേ എന്നല്ല എഴുതി വെച്ചത്. എന്നാൽ പിന്നെ സെക്കുലർ ആകാൻ വിചാരിച്ചത് ചൈനീസ് ഹു ഐനി ഐ ലവ് യു എന്ന് എഴുതി വെച്ചില്ലല്ലോ. പോലീസുകാരനെ സ്നേഹിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് അവിടെ പിന്തുടർന്ന് വന്നിട്ടുള്ള ഒരു ആശയധാര എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോഴല്ലേ മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത്, ഒരു ഹിന്ദു ഐഡിയോളജിയിൽ അടിധിഷ്ഠിതമായി തന്നെയാണ്. അതിനൊരു പ്രശ്നവുമില്ല. ബേസിക്കലി ഹിന്ദു വളരെ സെക്കുലറാണ്. ഹിന്ദു മറ്റു മതങ്ങളെപ്പോലെ ആളുകളെ കൂട്ടാൻ നടക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കാർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറയുക അങ്ങനെ ചെയ്യുന്നൊരു മതമല്ല. സ്വാഭാവികമായിട്ട് ഈ ഹിന്ദു ബേസിക്കലി ഇറ്റ്സ് സെക്കുലർ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഹിന്ദു എന്നപ്പോൾ ഇന്ത്യയിലുള്ളൊരു പാർട്ടിയാണ്. അവിടെ BJP വരുന്നതിന് മുമ്പ് ഇവിടെ ഹിന്ദുവിസമുണ്ട്. അപ്പം ഹിന്ദു ആശയധാരയിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദു നമ്മൾ പൊതുവേ വിളിക്കുന്ന ആ ഒരു വലിയ അതിവിശാലമായ കടൽ പോലെ കിടക്കുന്ന ആശയധാരയിൽ നിന്ന് ചില സാർവലൗകികമായിട്ടുള്ള സാർവദേശീയമായിട്ടുള്ള മൂല്യങ്ങളാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. കോൺഗ്രസ് വലിയ സ്പ്ലിറ്റ് തന്നെ ഉണ്ടാകാൻ ഒരു വലിയ കാരണം അതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വന്ദേ മാതരം ആദ്യത്തെ കോൺഗ്രസിന് സ്പ്ലിറ്റ് വരുന്നത് അങ്ങനെയാണ്, വന്ദേ മാതരം പാടുന്നതായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ മുസ്ലിംസിന് അല്ലാതെ ആരെയും വന്ദിക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ ആദ്യമായിട്ട് മുസ്ലിംസിന് ഒരു വിയോജിപ്പ് ഉണ്ടാകുന്നത്. പിന്നെ അത് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തെ പിന്നീട് അത് പല രീതിയിൽ കാരണമാകുകയും ചെയ്യുന്നത്. പക്ഷെ അന്നും കോൺഗ്രസ് എടുത്തിട്ട് വാങ്ങുന്നത് പിന്നെ ബോലോ ഭാരത് മാതാക്കി എന്നുള്ള കോൺസെപ്റ്റൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ട്രാപ്പിൽ കോൺഗ്രസ് അകപ്പെട്ടു എന്ന രീതിയിൽ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതായത് അയോധ്യയിൽ പോകുവാനുള്ള ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് കുറച്ചുകൂടി നന്നായിരിക്കും. ക്ഷണം നിരസിച്ചാൽ മറ്റൊരു ഗുണവും അതോടൊപ്പം തന്നെ ദോഷവും ഉണ്ടാകാം. ഇത് എപ്പോഴും ഈ ഹിന്ദുത്വ വോട്ടുകൾ എത്രത്തോളം ആകർഷിക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ. മറുവശത്താണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യം, മുസ്ലിം വോട്ടുകൾ എത്രത്തോളം സമാഹരിക്കാൻ കഴിയും. അപ്പോൾ ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നവ പോലും കിട്ടാതാവും. വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച്, സൗത്ത് ഇന്ത്യയിലാവുമ്പോൾ കൂടുതൽ ദോഷം കോൺഗ്രസിന് സംഭവിക്കും. അതുകൊണ്ടാണല്ലോ ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആകെ അങ്കലാപ്പിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ട്രാപ്പിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെ കരകയറും? എങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ കോൺഗ്രസിന് കഴിയും? നിങ്ങൾ എല്ലാത്തിനും ടു മച്ച് ഓഫ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ വിഷയത്തിലൊക്കെ ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ്. ഈ തീരുമാനം എന്താണ്? ഇപ്പം ആർഎസ്എസ് കഴിയുന്നില്ലല്ലോ കോൺഗ്രസ്. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ഇലക്ടോറൽ കാൽക്കുലേഷൻ നോക്കിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും ആ രീതിയിൽ മുന്നോട്ട് പോയത് അവരെ പരാജയത്തിനെ കാരണം. കോൺഗ്രസ് ഇന്നത്തെ അവസ്ഥയിലെത്താൻ കാരണം ഷബാനു കേസാണ്.
ഷബാനു കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രസീവായിട്ടുള്ള കോടതി വിധിക്കെതിരെ അന്ന് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ എതിർ നിയമ നിർമ്മാണമാണ് സത്യത്തിൽ കോൺഗ്രസിന് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന ഹിന്ദുസിന് അവിടെ പതുക്കെ കോൺഗ്രസിനോട് ഡിറ്റാച്ച്മെൻറ്റ് തോന്നി. അവിടെ പതുക്കെ അത് രാമജന്മഭൂമി വിഷയമായിട്ട് ബന്ധപ്പെട്ട RSSലേക്ക് അത് ആ വോട്ടുകളും പിന്നെ വോട്ട് ഷെയർ വന്നത് മാത്രമല്ല, അവിടെ നിന്ന് റാണിഗഞ്ചിൽ ആ സമയത്ത് ഇലക്ഷൻ നടക്കുന്നത് അത് ഇതൊക്കെ ചെയ്തിട്ട് പോലും എന്ത് ചെയ്തു, അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണലിസ്റ്റുകൾ കോൺഗ്രസിനെതിരായി വൻ ഭൂരിപക്ഷത്തിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇന്ത്യയിലെ മുസ്ലിംസ് എന്തിനാണ് കോൺഗ്രസിനെ വിട്ടുപോയതെന്ന് ആ സമയത്ത്. കാരണം എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണമല്ലേ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ലീഗ് എടുത്ത പോലുള്ള നിലപാട് അവിടെ ഉത്തരേന്ത്യൻ മുസ്ലിംസ് എടുത്തില്ലെന്ന് എനിക്കിപ്പോഴും കാരണം അവർ പോയത് ഈ പ്രാദേശിക പാർട്ടിയിലേക്ക്, സമാജ്വാദി പാർട്ടി ഇങ്ങനെയുള്ള പാർട്ടികളെ അവർ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണക്കാർ അവിടെയുള്ള വലിയ പരിധി വരെ അവിടെയുള്ള മുസ്ലിംസാണ്. അവിടെ ഹിന്ദുസ് ഈ പറഞ്ഞ ഡിറ്റാച്ച്ഡ് ആയത് നമുക്ക് മനസ്സിലാക്കാം. രാജീവ് ഗാന്ധി അടുത്ത് നിയമനിർമ്മാണം, മുസ്ലിംസ് എന്തിനാണ് ഡിറ്റാച്ച്ഡ് ആയത്? അപ്പം ഇതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഇങ്ങനെ വോട്ടിൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ള ഗുണവും ദോഷവും നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. അവിടെയാണ് എനിക്ക് തോന്നുന്നത് BJPക്കാർക്കുള്ള ഒരു ഗുണം. അവർ ടു മച്ച് ഓഫ് ഇലക്ട്രൽ പൊളിറ്റിക്സ് അവർ നോക്കാറില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവർ നടപ്പിലാക്കും. അവരത് കൃത്യമായി അങ്ങനെ നിലപാടെടുക്കുന്നതുകൊണ്ട് തന്നെ അവരിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരിൽ വിശ്വാസമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ അത്തരം ചില നിലപാടുകൾ എടുത്തേ പോവുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മുസ്ലിംസ് കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അവരെല്ലാ കാലത്തും കോൺഗ്രസ് അനുകൂലമായിരുന്നു. കോൺഗ്രസിൻ്റെ ചെറിയൊരു ഇടിവ് വന്ന സമയത്ത് കോൺഗ്രസിനെ വിട്ടുപോയ ആളുകളാണ് അവർ. ഇന്നിപ്പോൾ അവർ മറ്റൊരു എന്താണ് വഴിയില്ലാത്തതുകൊണ്ട് കോൺഗ്രസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും വലിയ പരിധിവരെയൊക്കെ സമാജ്വാദി പാർട്ടിനെക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കേരളമല്ലല്ലോ ഇന്ത്യ അല്ലല്ലോ കേരളം. കേരളത്തിലെ മുസ്ലിംസ് ഇങ്ങനെ കുറേ അഭിപ്രായം പറഞ്ഞു വെച്ച് വേണം CPM എങ്ങനെ നിലപാടെടുക്കാം. കാരണം CPM ഇപ്പോൾ തൽക്കാലം ഇവിടെ മാത്രമാണ് അത് ഇലക്ട്രൽ പൊളിറ്റിക്സ് ശക്തമായിട്ടുള്ളൂ. കോൺഗ്രസിന് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റുമോ? കോൺഗ്രസിന് ബാക്കി എല്ലാ സ്റ്റേക്കും കിടക്കുന്നത് ഉത്തരേന്ത്യയിലാണ്. ഈ പറയുന്ന മുസ്ലിങ്ങളെ സോക്കോൾഡ് മോഡി അടിച്ചമർത്തുകയാണെങ്കിൽ ആ മുസ്ലിംസിനെ രക്ഷപ്പെടുത്തണേ കോൺഗ്രസ് സെൻട്രൽ അധികാരത്തിൽ വരണ്ടേ? സെൻട്രലിൽ മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമേ അധികാരത്തിൽ വരാൻ പറ്റൂ. കേരളത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസ് ആ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് തന്നെ പോകുമെന്നാണ്. ഒന്നുകിൽ സോണിയാഗാന്ധി അല്ലെങ്കിൽ ഇപ്പോൾ 3 പേർക്കാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്. അതിൽ ആദ്യം ദിഗ്വിജയ് സിംഗ് പറയുകയുണ്ടായി സോണിയാഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പങ്കെടുക്കുമെന്ന്. പക്ഷെ അതൊരു ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് തീരുമാനിക്കാം, അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുമോ? ഇപ്പോൾ ശശി തരൂർ അങ്ങനെയാണ് പറഞ്ഞത്, ഇല്ലേ? പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നില്ല, ആരെയും തടയുകയുമില്ല, ആരും പോകണമെന്ന് നിർബന്ധിക്കുകയുമില്ല, മറിച്ച് വ്യക്തിപരമായ തീരുമാനമെടുക്കാമെന്ന്. അതൊരു രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്നുള്ള ഒരു തീരുമാനമായി മാറുമോ? അങ്ങനെയല്ല പ്രശ്നം. ഇതിൻ്റെ നിങ്ങൾ മനസ്സിലായി ഇന്ന് അയോധ്യയിൽ ഇപ്പോൾ ഉള്ള കാര്യം എന്താണ്? അയോധ്യയിൽ RSSകാർ അവിടെ പള്ളി കയ്യേറി ക്ഷേത്രം നിർമ്മിച്ചതല്ലല്ലോ. പള്ളി അവർ പൊളിച്ചു എന്നുള്ളത് സത്യമാണ്. അത് കഴിഞ്ഞ് കോടതി വ്യവഹാരങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയത്. അന്ന് നമ്മളെല്ലാവരും എത്തിയ കൺസെൻസസ് എന്താണ്? കോടതി വിധി എന്താണോ അത് അംഗീകരിക്കുന്നു. ഇപ്പോൾ RSSകാർ ആ പള്ളി പൊളിച്ചിട്ട് അവിടെ കോടതി നോക്കാതെ അവരൊരു ക്ഷേത്രം ഉണ്ടാക്കിയാണ് ശരിയാണ്, ക്ഷണിച്ചാൽ നമ്മൾ ആരും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതല്ലല്ലോ. ഒരു വിഷയം വരുമ്പോൾ എന്താ അതിനല്ലേ ഈ കോടതികളും സംവിധാനമൊക്കെ, അതിനല്ലേ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാനും നിങ്ങളുമായിട്ട് അടിച്ചു തീർക്കണം വിഷയങ്ങൾ, അതിനാണല്ലോ ഒരു റൂൾ ഓഫ് ലോ. ആ റൂൾ ഓഫ് ലോ ഇവിടെ ഉറപ്പുവരുത്താനുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തം, എസ്പെഷ്യലി ആ ന്യൂനപക്ഷ സമുദായങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യം കൂടിയാണ്. അതുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഈ RSSും പിന്നെ BJP ഒക്കെ ഇത്ര ഭീകരന്മാരാണെങ്കിൽ ഇതിനിടയിൽ നിങ്ങൾ നിന്ന് പോകുന്നത് ഈ ഒരു റൂൾ ഓഫ് ലോ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം നിലപാടുകൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ റൂൾ ഓഫ് ലോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം വിവരക്കേടുകൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഈ വിവരക്കേട് നന്നായിട്ട് BJP മുതലെടുത്തിട്ടുണ്ട്. അത് ഇനിയെങ്കിലും വിവരക്കേട് കാണിക്കാതെ തന്നെ ഇവർക്കൊക്കെ കൊള്ളാം. ഇങ്ങനെ സുപ്രീം കോടതി തന്നെ ഇതൊരു തീരുമാനം എടുത്തതാണ്, സുപ്രീം കോടതിയുടെ വിധിയെ എല്ലാവരും അംഗീകരിച്ചതുമാണ്. എന്നിട്ടും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ CPM വിട്ടുനിൽക്കുകയാണ്. CPM അതിന് പറയുന്ന കാര്യം മതത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ നോക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുനിൽക്കുന്നു എന്നാണ്. ഓരോ മതത്തിലും വിശ്വസിക്കുവാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾ മാനിക്കുന്നു. മതം പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾ മാനിക്കുന്നു. വിശ്വാസത്തിൽ ഞങ്ങൾ ഇടപെടുകയില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു ന്യായമാണല്ലോ CPM പറയുന്നത്. പക്ഷേ കോടതി തന്നെ തീരുമാനമെടുത്ത ഒരു വിഷയത്തിലാണ് CPM ഇപ്പോൾ മറിച്ചൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ. മഞ്ജുഷ, ഇതില് CPM വളരെ കൃത്യമായി അതിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട മതനിരപേക്ഷ നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി CPM അത്തരമൊരു നിലപാടിലേക്ക് വരികയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് CPM എടുത്ത നിലപാടിനൊപ്പം കോൺഗ്രസിന്റെ നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത്. CPM എല്ലാ കാലത്തും
മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടുന്നതിനെ ശക്തിയുക്തം എതിർത്തിട്ടുള്ളതും ആ വിശ്വാസ പ്രമാണത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പൊ സ്വാഭാവികമായും CPM അങ്ങനെ ഒരു നിലപാട് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അതിന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമല്ല തീരുമാനം എടുത്തിട്ടുള്ളത്. ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ കോടതി വിധി വരുന്ന ഘട്ടത്തിൽ പോലും CPIM പറഞ്ഞിട്ടുള്ള നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് CPM അതിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കേണ്ട എന്ന് തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസ് ഇപ്പോ പ്രതിസന്ധിയിലാണ്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആശയ പ്രതിസന്ധിയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കടുത്ത പരാജയം സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഹിന്ദി മേഖലയെ ആകമാനം വരുന്ന രാമൻ ഒരു പ്രധാനപ്പെട്ട ദൈവമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അതൊരു സിംബലായി മാറുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിന് അതിൽ പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നു തന്നെയാണ് ഞാനും കരുതുന്നത്. അങ്ങനെ കോൺഗ്രസിനെ താങ്കൾ കുറ്റപ്പെടുത്തുന്നില്ല, കോൺഗ്രസ് മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണോ താങ്കളുടെ നിലപാട്? CPM-ന് ഇതുകൊണ്ട് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ, മറിച്ച് കോൺഗ്രസിന് അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് കോൺഗ്രസ് മറിച്ചൊരു തീരുമാനം എടുക്കേണ്ട എന്നാണോ? അങ്ങനെയല്ല. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇതിനൊരു കൺസെൻസസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ആദ്യമായി ചെയ്യേണ്ടത്. CPIM എടുത്ത നിലപാട് പോലെ കോൺഗ്രസും ഈ ഉദ്ഘാടന മഹാമഹത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നു തന്നെയാണ് എന്റെ നിലപാട്. പക്ഷെ അത് സാധിക്കില്ല എന്നാണല്ലോ. അതെങ്ങനെ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM എടുത്ത അതേ നിലപാടിലേക്ക് കോൺഗ്രസിന് എങ്ങനെ വരാൻ കഴിയും? കോൺഗ്രസിന് ഒരിക്കലും അതിൽ വരാൻ കഴിയില്ല. കാര്യം കോൺഗ്രസ്, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അനുമാനിക്കുന്നത്, സ്വാഭാവികമായും കോൺഗ്രസ് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിന്റെ പ്രതിനിധികളെ അയക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് പക്ഷെ കേരളത്തിൽ കോൺഗ്രസിന് കടുത്ത ക്ഷീണമുണ്ടാക്കും. കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സാധ്യതകളുള്ള, ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങളുള്ള പല മേഖലകളിലും കോൺഗ്രസിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും എന്നു തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. മഞ്ജുഷ്, ശരി. ശ്രീ N. ശ്രീകുമാർ, കോൺഗ്രസിന് കോട്ടമുണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. താങ്കൾ പറയുമായിരിക്കും എല്ലാവരും ഇപ്പോൾ കുതിര കയറുന്നത് കോൺഗ്രസിന്റെ മേലാണല്ലോ എന്ന്. ഞാൻ പറയുന്നത് അത് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമല്ലേ മഞ്ജുഷേ. അതായത് കോൺഗ്രസിന്റെ എക്കാലത്തും ഒരു നിലപാടുണ്ട്, അത് മതേതരത്വ നിലപാടാണ്. നമ്മൾ ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ വിഷയം ഒന്നും ചർച്ച ചെയ്യില്ലാരും. കാരണം അയോധ്യ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിലെ ഒരു പ്രതിനിധി പങ്കെടുത്താൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം ഇവിടെ ന്യൂനപക്ഷം കോൺഗ്രസിനെ വെച്ച് ആ അയോധ്യ പോയ ന്യൂനപക്ഷം ഇപ്പൊ വിഴുങ്ങിക്കളെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഹക്സർ പറയുന്നത്. ഇത് കേരളത്തിൽ മാത്രം അധികാരത്തിൽ വരേണ്ട ഒരു പ്രശ്നമല്ലല്ലോ. BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ടും വേണ്ടേ? എല്ലാം നമ്മൾ വോട്ട് രാഷ്ട്രീയമായിട്ടാണല്ലോ കാണുന്നത്. ഇവരെ എന്ത് പറഞ്ഞാലും മൃദു ഹിന്ദുത്വം. അതിന് AK ആന്റണി ഒരിക്കലും നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു കോൺഗ്രസ്സുകാരൻ ഒരു കുറിയിട്ട അപ്പം മൃദു ഹിന്ദുവായി. നേരെ മറിച്ച് ഒരു മാർക്സിസ്റ്റുകാരൻ ദേവസ്വം ഭരിച്ചാലും പ്രശ്നമല്ല. ഇത് കുറെ കാലമായിട്ട് നമ്മൾ കേട്ടു തുടങ്ങുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ ശബരിമല തന്നെ നോക്കൂ. CPM-യുടെ കേരളത്തിലെ കാര്യം മാത്രമേ CPM-ന് ലക്ഷ്യമുള്ളൂ. കേരളത്തിൽ ഇവരായിരിക്കും കോൺഗ്രസിനെ കൂടുതൽ ആക്ഷേപിക്കുക. കാരണം കേരളത്തില് BJP എന്തായാലും അധികാരത്തിൽ വരില്ല, അപ്പൊ പിന്നെ ഞങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ന്യൂനപക്ഷങ്ങളെ ഒരു കാലത്തും എല്ലാവരും കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടില്ല, ഒരു കാലത്തും CPM-നോടൊപ്പം നിന്നിട്ടില്ല. കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് വെച്ചാൽ അയോധ്യയിൽ കോൺഗ്രസ് പോയതുകൊണ്ട് അവർക്കൊരു ദുഃഖം ഉണ്ടാകാൻ പോണില്ല. കാരണം ഇത് രാഷ്ട്രീയമായിട്ട് കാണുകയാണ്. BJP ഉണ്ടാക്കുന്ന ഒരു അജണ്ടയിൽ കോൺഗ്രസ് വീണു കൊടുക്കുവോ? BJP കാണുന്ന ദേശീയ തലത്തിലുള്ള ഒരു അജണ്ട ഉണ്ടാക്കുകയാണ് കോൺഗ്രസിനെ ക്ഷണിക്കുക. ഇതാ വന്നില്ല, കോൺഗ്രസ് ഹിന്ദു വിരോധികളാണ്. കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ ഒരു തത്വം അംഗീകരിക്കുന്നവരാണ്. അതെന്താണ്? മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാനൊരു സനാതന ഹിന്ദുവാണ്. അതേ ഒരു നല്ല കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? അത് തന്നെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. രാമജന്മഭൂമി പ്രശ്നത്തിലെ കാലാകാലങ്ങളായി കോൺഗ്രസ് എടുത്ത നിലപാടുകൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു വന്നാൽ തീവ്ര ഹിന്ദുത്വ നിലപാടുമായിട്ട് BJP 2014 വന്നതാണ് പ്രശ്നം. ആ നിലപാടിലേക്ക് കോൺഗ്രസിന് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ വളരെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് ഈ വിഷയത്തിൽ വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുക. അതുകൊണ്ട് പെട്ടെന്ന് കോൺഗ്രസ് പോവോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന് അതിന്റെ വർക്കിംഗ് കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ പഴയ ആൾത്തന്നെ കോർ കമ്മിറ്റി, ഇപ്പൊ അതിന്റെ ഉന്നത നേതാക്കൾ തീരുമാനിക്കണം. അവിടെ ഹക്സറും ഫക്രുദ്ദീനും പറഞ്ഞ വളരെ ശരിയാണ്. ഇത് ആദ്യം തന്നെ ദിഗ്വിജയ് സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ശ്രീ N. ശ്രീകുമാർ, ഒരാഴ്ച മുൻപ് തന്നെ ദിഗ്വിജയ് സിംഗ് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്.
സോണിയാഗാന്ധിക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട് എന്ന്. സോണിയാഗാന്ധിക്കും മൻമോഹൻ സിംഗിനും ക്ഷണം കിട്ടി, ഖർഗെയ്ക്കും ക്ഷണം കിട്ടി. ഇക്കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് ദിഗ്വിജയ് സിംഗ് ആണ്. അത് മാത്രമല്ല, അദ്ദേഹം അത് ഒരവ്യക്തതയും ഇല്ലാതെ പറയുകയും ചെയ്തു, പങ്കെടുക്കും എന്ന്. പങ്കെടുത്താൽ എന്താണ് കുഴപ്പമെന്നും അദ്ദേഹം തിരികെ ചോദിക്കുകയുണ്ടായി മാധ്യമങ്ങളോട്. ഒന്നുകിൽ സോണിയ പങ്കെടുക്കും, അല്ലെങ്കിൽ ഒരു പ്രതിനിധി അയക്കുമെന്ന്. പക്ഷെ പിന്നീട് അത് ശാന്തമായി. പിന്നീട് നേതാക്കൾ മൗനത്തിലായി. ഇപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. ഇന്ന് KC വേണുഗോപാലിന്റെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലാകട്ടെ ഇത് പോകുകയേ ചെയ്യരുത് എന്ന രീതിയിലാണ്. പക്ഷെ അതൊട്ട് തുറന്നു പറയാൻ പറ്റുകയും ഇല്ല. ഇന്നലെ സതീശൻ കണ്ടില്ലേ ഒഴിഞ്ഞു മാറിപ്പോയത് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന്. അല്ല, അത് കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് കേരളത്തിലെ വി സതീശനോ അല്ലെ നേതാക്കളോ അല്ലല്ലോ. അവരുടെ നിലപാട് പറയും, സംശയം വേണ്ട. നിലപാടില്ലാതെ പോകാൻ പറ്റില്ലല്ലോ മഞ്ജുഷേ. ഒരു പ്രതിനിധി, അതായത് അയോധ്യ എന്ന് പറയുന്നത് ഒരു ശ്രീരാമ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം പണിതവരെ കോൺഗ്രസ് പ്രതിനിധികളെ ക്ഷണിക്കുന്നു, അവരവിടെ പോകുന്നു. BJPക്ക് വേറെ അജണ്ട ഉണ്ട്, ക്ഷണിച്ചു വെട്ടിലാക്കാന്നുള്ളത്. അതിൽ കോൺഗ്രസ് വീഴില്ല. കാരണം വീണു അല്ല എൻ ശ്രീകുമാർ, ഇപ്പോൾ പോയാലും പോയില്ലെങ്കിലും വീണു എന്ന് തന്നെയാണല്ലോ. ആ പൊളിറ്റിക്കൽ ട്രാപ്പാണ്. അതിൽ നിന്ന് കരകയറാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് തീരുമാനമെടുക്കാം എന്ന രീതിയിൽ പോകണം, പാർട്ടി ഒരു തീരുമാനമെടുക്കില്ല എന്ന രീതിയിൽ. അല്ല മഞ്ജുഷ, അങ്ങനെയല്ല. അതായത് ഞാൻ പറയുന്നത് മനസ്സിലാക്കും. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന നിങ്ങളത് കണ്ടല്ലോ. സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന എന്താണ്? അതായത് ഇന്ന് മറ്റേ മതകാര്യമാണ്, സർക്കാർ നടത്തേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇവിടേക്ക് ഒരു മാർക്സിസ്റ്റുകാരന് പോകേണ്ട അദ്ദേഹം തീരുമാനം എടുത്തിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. വളരെ ലഘുവായ ഒരു വിശദീകരണമാണത്. കാരണം BJPയെ തോൽപ്പിക്കണമെങ്കിൽ BJP കാംക്ഷിക്കുന്ന വോട്ടുകളിൽ കോൺഗ്രസിന് വിള്ളൽ ഉണ്ടാക്കിയേ പറ്റൂ. അത് ന്യൂനപക്ഷത്തിന് മനസ്സിലാവും. കേരളത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു സമ്മർദ്ദത്തിന്റെ പേരിലോ മറ്റോ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതല്ലല്ലോ യഥാർത്ഥത്തിൽ എല്ലാ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം. കേരളം വിട്ടുകഴിഞ്ഞാൽ എത്രയോ, ഇപ്പൊ ഉവൈസിയുടെ കാര്യമൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും. അവരുടെയൊക്കെ നിലപാടെന്താണ്? തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് അനുകൂല നിലപാടാണോ? അപ്പൊ ന്യൂനപക്ഷങ്ങൾക്കും ആഗ്രഹമുണ്ട് മഞ്ജുഷ ഇവർ കോൺഗ്രസ് പോകണമെന്ന്. കാരണം BJPയെ തോൽപ്പിക്കാൻ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിനും കിട്ടണം. അല്ലാതെ ന്യൂനപക്ഷ വോട്ട് മാത്രം കിട്ടിയാൽ കോൺഗ്രസ് ജയിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഹിന്ദു വോട്ട് കൂടുതൽ കിട്ടണം. മാത്രമല്ല, മധ്യപ്രദേശത്തിലും അതുപോലെ ഛത്തീസ്ഗഡിലും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് നല്ല വോട്ട് ഷെയർ ഉണ്ട്. 1.5%, 2% ഒക്കെ വ്യത്യാസമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് എങ്ങോട്ടാ മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് കാലാകാലങ്ങളെ തുടർന്ന് വരുന്ന ഹിന്ദു വിരുദ്ധ നിലപാടല്ല, BJPയുടെ ഹിന്ദു അജണ്ടയെ എതിർക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹിന്ദു വിരുദ്ധ നിലപാട്. ആ സമയത്ത് ഈ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പരിഭ്രമിക്കുകയും ചെയ്യും. അത് പ്രത്യേകിച്ച് കേരളത്തിൽ അത് പ്രകടമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്. ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അതായത് ഈ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നത് കേരളത്തിലെ CPM ആണ്. കാരണം കേരളത്തിലെ CPM സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിനെ BJPയേക്കാൾ എതിർക്കുകയാണല്ലോ. കാരണം കോൺഗ്രസിലൂടെ ശത്രു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസ് തകരണമെന്നാണ് CPMന്റെ ചിന്ത ആത്യന്തികമായിട്ട്. തർക്കമൊന്നും വേണ്ട, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവർ BJPയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ന്യൂനപക്ഷ വിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കോൺഗ്രസ് മൈൻഡ് ചെയ്യരുത് എന്നാണ് എന്നെ പോലുള്ളവരുടെ അഭിപ്രായം. മഞ്ജുഷ, കോൺഗ്രസ് എന്ന എന്റെ പേരിന്റെ എഴുതി കാണിക്കുന്നുണ്ട്. അതൊന്ന് സഹയാത്രിക നാക്കിയ വലിയ ഉപകാരം. ശരി, കോൺഗ്രസ് സഹയാത്രിക. ശരി ശ്രീ എൻ ശ്രീകുമാർ, അത് തിരുത്താം. ശ്രീ ഷാബു പ്രസാദ്, എന്തായാലും കോൺഗ്രസിനെ നിങ്ങൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ചാലും ക്ഷണം സ്വീകരിച്ചില്ലെങ്കിലും അത് വെട്ടിലായി പോകും. അത് ഒരു പക്ഷത്ത് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുമാത്രമല്ല, ഇപ്പോൾ അത് ഈ വടക്കേ ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് തിരികെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് ദോഷകരമായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു വെട്ടിലാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനെ പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും, സമീപകാലത്തെ പല വിഷയങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. മഞ്ജുഷേ, ഇങ്ങനെ വേണോ വേണ്ടയോ എന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ ഈ വേണ്ടണം എന്ന ആ ഒരു നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പം നിൽക്കുന്നത്. ഇത് എനിക്ക് എക്കോ കേൾക്കുന്നു കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം ഇത് നമ്മളിത് ഒന്ന് പിന്നിലേക്ക് പോയി നോക്കാം. നമുക്ക് 1989 തെരഞ്ഞെടുപ്പിൽ അന്ന് രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് അയോധ്യയിൽ നിന്നാണ്. അത് മാത്രമല്ല, അന്ന് രാമായണം സീരിയലിൽ ശ്രീരാമനായി അഭിനയിച്ച അരുൺ ഗോവിലിനെ രാമൻ്റെ വേഷത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഇറക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ രാമനായി ഇന്ന് സ്റ്റേജിലൊക്കെ
കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ഉത്തരഭാരതത്തിൽ അവർ വലിയ പ്രചരണം നടത്തിയത്. ആ 89-ൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് പടിയിറങ്ങിയതാണ് കോൺഗ്രസ്. UP-യിലെയും ബീഹാറിലെയും ഒക്കെ വോട്ടർമാർ അന്ന് ഈ ഹിന്ദുത്വ നിലപാടുമായി മുമ്പോട്ട് പോയ കോൺഗ്രസിനെ പടിയടച്ച് പിണ്ഡം വെച്ചതാണ്. പിന്നെ ആ പരിസരത്തേക്ക് അടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് ഇതാണ് കാര്യം. അവർക്ക് ഹിന്ദു വോട്ടുകൾ വേണം, എന്നാൽ വ്യക്തമായൊരു നിലപാടെടുക്കാൻ അവർക്കൊട്ട് പറ്റുകയുമില്ല. ഇങ്ങനെ ആണും പെണ്ണുമല്ലാത്ത ഒരു അഴകുഴമ്പൻ അവിയൽ നിലപാടുകളാണ് കോൺഗ്രസിനെ ഇന്ന് ഈ ഗതികേടിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പം ഇവരുടെ ഇപ്പോഴത്തെ ഈ മുന്നണി സംവിധാനം INDA, ഇതിൻ്റെ അകത്ത് ഇത് 100% കോൺഗ്രസിന് വലിയ നഷ്ടക്കച്ചവടമാണ് വരുത്താൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പ്രാദേശിക കക്ഷികളാണ്. ഈ പ്രാദേശിക കക്ഷികൾക്ക് CPM വരെ ഒരു പ്രാദേശിക കക്ഷിയാണ്. ഈ ബോർഡും ദേശീയ പാർട്ടിയിൽ നിന്ന് ബോർഡും വെച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ഉള്ളൂ. ശരിക്ക് എഫക്റ്റീവ്ലി ഒരു പ്രാദേശിക കേരളത്തിൽ മാത്രമുള്ള ഒരു കക്ഷിയാണ്. ഇവർക്ക് ഈ പ്രാദേശിക കക്ഷികൾക്ക് അവരവരുടെ ആ ഒരു ക്യാച്ച്മെന്റ് ഏരിയ ഉണ്ട്, അത് മാത്രം സംരക്ഷിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ CPM അവർക്ക് ഉത്തരേന്ത്യയിലോ ഒരിടത്തും ഒരു സാധ്യതയുമില്ല, ചുട്ടു തിന്നാൻ പോലും വോട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു പ്രശ്നമേ അല്ല. അവർക്ക് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ സംരക്ഷിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് അവർ വളരെ സുവ്യക്തമായ നിലപാടെടുത്തു, ഞങ്ങൾ പോകുന്നില്ല. എന്നാൽ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. ഇപ്പം കോൺഗ്രസ് ഇതിന് ഈ ക്ഷണം സ്വീകരിച്ച് പോയി എന്നിരിക്കട്ടെ. ക്ഷണം സ്വീകരിച്ച് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ചുട്ടു തിന്നാൻ വോട്ട് കിട്ടുമോ? എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? വളരെ വ്യക്തമായ അടിയുറച്ച ഹിന്ദുത്വ നിലപാടുകളുമായി BJP അവിടെ നിൽക്കുമ്പോൾ ഈ എങ്ങും തൊടാതെ നിൽക്കുന്ന കോൺഗ്രസിനെ തിരിഞ്ഞു നോക്കേണ്ട കാര്യം അവിടുത്തെ വോട്ടർമാർക്കില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടറിൻ്റെ കാര്യം നമശിവായയാണ്. ഇതുകൊണ്ട് പോകുമ്പോൾ എന്താണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റുകൾ 2 അക്കം കടന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലെ കാൽച്ചുവട്ടിലെ അവരുടെ മണ്ണൊഴുകി പോവുകയും ചെയ്യും. ഇവിടെ സമസ്ത ആ ചോദ്യം ഉയർത്തിക്കഴിഞ്ഞു. ക്ഷണം നിരസിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം സമസ്ത ഉയർത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിന്, കോൺഗ്രസിൻ്റെ മുന്നണി UDF മുന്നണിയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന് ഒരു വ്യക്തമായ നിലപാടെടുത്തല്ലേ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലാണ് ഈ കോൺഗ്രസ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ശ്രീകുമാർ സാർ പറഞ്ഞത് കറക്റ്റാണ്. CPM-ന്റെ ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത് അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അവർ UDF-നെ തകർക്കാൻ ശ്രമിക്കും. കാര്യം മുസ്ലിം ലീഗിന് അവരുടെ ബേസ് സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഈ രീതിയിലൊരു നിലപാടെടുക്കുന്ന കോൺഗ്രസിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കുറേ നാളായി CPM-ന്റെ ഒരു പ്രധാന അജണ്ടയാണ് UDF സംവിധാനത്തെ തകർത്ത് മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടുക എന്നുള്ളത്. ആ പ്രക്രിയയിൽ അവർ ഒരു പടി കൂടി മുമ്പോട്ട് പോകും. അത് സമീപകാലത്തെ പല സംഭവങ്ങളും, ഇപ്പൊ ഉദാഹരണത്തിന് ഏകീകൃത സിവിൽ കോഡ് വിഷയമൊക്കെ വന്ന സമയത്ത് ഇതേ തന്ത്രം തന്നെ പയറ്റിയതാണ്, ഇതേ ആംഗിളിൽ ഇവിടെ ചർച്ച നടന്നതാണ്. പക്ഷേ ആ UDF സംവിധാനത്തിൽ ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. സമാനമായ ഒന്ന് തന്നെയാണ് ഇതും. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോടോ വേണ്ടയോ എന്ന കാര്യത്തിലും. അപ്പോൾ അന്ന് ക്ലൈമാക്സ് വരെ എത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെയും അപ്പോൾ അതിജീവിക്കുവാൻ കോൺഗ്രസിന് കഴിയും. മഞ്ജുഷെ ഒരു കോട്ട തകർക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ദുർബലമായ ഭാഗത്ത്, സാധ്യതയുള്ള ഭാഗത്ത് തുടർച്ചയായി പ്രഹരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തന്ത്രം. ആ മുസ്ലിം ലീഗ് എന്ന ആ ദുർബലമായ ഭാഗത്ത്, UDF കോട്ടയിലെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് CPM തുടർച്ചയായി പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണത്. ആ പ്രഹരം ഒരു ഘട്ടത്തിൽ ആ കല്ലവിടുന്ന് ഇളകുക തന്നെ ചെയ്യും. അത് 1 or 2 ശ്രമങ്ങളല്ല. ഇപ്പം ഞാൻ പറയാം, പണ്ട് തന്നെ അന്ന് 92-ൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ ചൊല്ലി, ഈ അയോധ്യ ഇഷ്യൂവിലെ നിലപാടിനെ ചൊല്ലി ആ സമുദായത്തിലും മുസ്ലിം ലീഗിലും വലിയ പ്രശ്നങ്ങളുണ്ടായതാണ്.
അതിനെ തുടർന്നാണ് അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് മുസ്ലിം ലീഗ് വിട്ടുപോയതൊക്കെ, പിന്നെ INL രൂപീകരിച്ചതും ഈ അവർ പിന്നെ LDFന്റെ ഭാഗമായതുമൊക്കെ. ഇത്തവണ കൂടി അങ്ങനെ ഒരു നിലപാടെടുക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല. അവർക്ക് വളരെ കൃത്യമായ ഈ ഒരു എതിർ നിലപാട് സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. ആ സമയത്ത് കോൺഗ്രസ് ഇങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ആ അവസരം CPM വെറുതെ കളയില്ല. CPM അത് നോക്കിയിരിക്കില്ല. അവർ ഇതിനെ അവരുടെ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് ഒറ്റ കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ കോൺഗ്രസ് UDF സംവിധാനം തകർന്നാൽ, UDF തകർന്നാൽ കേന്ദ്രത്തിൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന ദുരന്തം എത്ര വലുതായിരിക്കും എന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി സീറ്റെങ്കിലും കോൺഗ്രസിന് ലഭിച്ചാൽ ഭാഗ്യം എന്നേ പറയണ്ടു. ശരി, ഷാബു ആ മുസ്ലിം ലീഗിൻ്റെ ആംഗിളിൽ കൂടി പറഞ്ഞതുകൊണ്ടാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, മുൻപ് ഈ ഡിസംബർ 6 സംഭവമുണ്ടായ സമയത്തൊക്കെ ലീഗിൻ്റെ ആ ഒരു നിലപാട്, ഒരു മതനിരപേക്ഷ നിലപാട്, അന്ന് തങ്ങളുടെ നിലപാടൊക്കെ പിന്നീട് പ്രശംസിക്കപ്പെട്ടതാണ്. ആ ഒരു നിലപാടെടുത്ത മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പോയി എന്ന് വെച്ച് കോൺഗ്രസിനെ കൈവിടും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, സലാമിൻ്റെ വാക്കുകളിൽ അത്ര കടുപ്പമില്ലായിരുന്നു. അല്ല, ഞാനത് പറഞ്ഞു. ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ഈ കേരളത്തിലെ എസ്പെഷ്യലി മലബാറിലെ മുസ്ലിംസ് മണ്ടന്മാരാണ്. നമുക്ക് കയ്യിൽ വെച്ചാൽ മതി. എൻ്റെ ജനറേഷൻ തൊട്ട് അങ്ങോട്ടുണ്ടല്ലോ നല്ല വിവരമുള്ള പിള്ളേരാണ്. നിങ്ങൾ ഈ പറയുന്ന കുറച്ച് പിള്ളേർ, ഒരു ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള ചില സംഘടനകളായിട്ടുള്ള ബന്ധപ്പെട്ട പിള്ളേർ, പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, ഇത് സംഘി മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇതിൽ ഭൂരിപക്ഷം വളരെ നിശബ്ദരാണ്. അവർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരും നല്ല ബിസിനസ് ചെയ്യുന്നവരൊക്കെയാണ്. അവരെയൊക്കെ റോൾ മോഡൽ യൂസഫ് അലി മുതലാളി സാദൊക്കെയാണ്. അവരുടെയൊക്കെ യൂസഫ് അലി സാദൊക്കെ മോഡിയൊക്കെ ആയിട്ട് വളരെ നല്ല എല്ലാ ബിസിനസ്സുകാരായിട്ട് നല്ല ബന്ധമാണ്. അല്ല, അവരുടെ മോഡൽ മദനിയൊന്നുമല്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവർ ഈ പറയുന്ന ഡിബേറ്റിനൊന്നും അവർ വരില്ല. കാരണം ഈ ഡിബേറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ ഇസ്ലാമിക വിരോധിയാക്കുക. അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ കൃത്യമായി പോയി വോട്ട് ചെയ്യുക. അവർ വോട്ട് ചെയ്തിട്ടുണ്ട് പല സമയത്ത്. എപ്പോഴല്ല ഈ പറയുന്നതിൻ്റെ മാതിരി ഒരു മുസ്ലിംസ് മണ്ടന്മാരാന്ന് വിചാരിച്ചൊരു കമ്മ്യൂണൽ കാർഡ്, ഒരു ഇസ്ലാം കാർഡ് ഇവിടെ ആരൊക്കെ ഇറക്കിയോ അന്ന് പണി. CM ഇബ്രാഹിം മത്സരിച്ചിരുന്നു ഇവിടെ, മുസ്ലിം എന്നൊരു ഒറ്റ പേരിലാണ്. അതുകൊണ്ട് രണ്ടത്താനി മത്സരിച്ചിരുന്നു മദനീൻ്റെ സ്ഥാനാർത്ഥിയിൽ. എന്ത് സംഭവിച്ചു? എല്ലാവരും വിചാരിച്ചു മദനീൻ്റെ സ്ഥാനാർത്ഥിയല്ലേ, നമ്മളെ ഉമ്മത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യനല്ലേ, മൊത്തം മുസ്ലിംസ് വോട്ട് ചെയ്യുന്ന കൊണ്ടുചേർത്ത്. എന്ത് സംഭവിച്ചു? ET മുഹമ്മദ് ബഷീർ അതിഭീകര ഭൂരിപക്ഷത്തിൽ ജയിച്ചു അവിടെ. അതുകൊണ്ട് നിങ്ങൾ ഈ 90കളുടെ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത വിവരമില്ലാത്ത ലോകം കാണാത്തവരാണ് മുസ്ലിംസ് എന്നുള്ള എസ്പെഷ്യലി മലബാർ മുസ്ലിംസ് തെറ്റിദ്ധാരണ മാറ്റിക്കോ, ആ വെള്ളം അങ്ങ് മാറ്റിയേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിംസിനെ കൊണ്ട് നമ്മൾ പക്ക പൊളിറ്റിക്സ് തന്നെ പറയാം, ബാക്കി റിയൽ പൊളിറ്റിക്സ് പറയാം, ഈ വലിയ തത്വങ്ങളൊക്കെ മാറ്റിയത്. മുസ്ലിംസിനെ കൊണ്ട് കോൺഗ്രസിനാണോ കോൺഗ്രസിനെ കൊണ്ട് മുസ്ലിങ്ങൾക്കാണോ കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിംസിന് എല്ലാം അറിയാം കോൺഗ്രസിനെ കൊണ്ട് മുസ്ലിങ്ങൾക്കാണ് കാര്യമുള്ളത്. കാരണം ബി ജെ പി ആണ് ശത്രുവെങ്കിൽ BJP റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് മാത്രമേ പറ്റുള്ളൂ. വേറെ ഒരു പാർട്ടിയും അത് റീപ്ലേസ് ചെയ്യുന്ന തലത്തിലേക്ക് വന്നിട്ടില്ല. അത് നമ്മൾ അമേരിക്കനെ കൊണ്ട് പറയുന്നത്, അമേരിക്ക ആർമി ഇന്ത്യൻ ആർമി ജനറേഷൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്കും തൽക്കാലം അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇത് വിവരമില്ലാത്ത മുസ്ലിംസ് ഇതൊന്നും നോക്കാതെ പെട്ടെന്ന് ഇപ്പം രാമജന്മഭൂമി വിഷയത്തിൽ കോൺഗ്രസ് പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നിലപ്പം മാറി. പക്ഷേ വിവരമുള്ള മുസ്ലിംസ് ചെയ്യില്ല. കേരളത്തിലെ മുസ്ലിംസിൻ്റെ ഒത്തിലൂടെ ഞാൻ പറയുന്നത് നോർത്തിലെ മുസ്ലിം, നിങ്ങൾ മുസ്ലിം വോട്ട് ബാങ്കിന് പ്രധാനമായും നോർത്താണല്ലോ പറയുക. നല്ല മറുപടി CPM-നോടുള്ള മറുപടി കൂടിയാണ്. പറഞ്ഞു CPM-ന്റെ നിലപാടാണ് ഇതിനകത്ത് കറക്റ്റ് എന്ന്. പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൃത്യമായിട്ട് എടുത്തിരിക്കുന്നതും മതനിരപേക്ഷ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതും CPM ആണെന്ന് ഹസ്കർ അവകാശപ്പെടുകയാണ്. ഹസ്കർ നിലപാട്. അപ്പം ഞാൻ പറയുന്നത് ഹസ്കർ ഈ കൂട്ടത്തിൽ വീറുള്ള ആളാണ്. എനിക്ക് ഹസ്കർ നല്ല ബഹുമാനൊക്കെയാണ്. ഹസ്കർ പിന്നെ അപ്പം ഈ പറയുന്നത് പോലെ മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ കേരളത്തിലെ മറ്റാരെക്കാട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോകം കണ്ടിരിക്കുന്ന രണ്ട് വിഭാഗമായിരുന്നു മുമ്പ്. ഒന്ന് ക്രിസ്ത്യൻസും ആയിരുന്നു, സിറിയൻ ക്രിസ്ത്യൻസും ആയിരുന്നു, നായേഴ്സും ആയിരുന്നു. അങ്ങനെ ലോകത്തെ എല്ലാ ഭാഗത്തും അവരുണ്ടായിരുന്നു. ഇപ്പം മുസ്ലിം പയ്യന്മാർ ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. അവർക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അവർക്ക് ലോകം എന്താണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മോഡിക്കൊക്കെ കൊടുക്കുന്ന ഒരു വലിയൊരു ആക്സെപ്റ്റൻസ്, അവിടുത്തെ എല്ലാ രാജ്യങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രതലമുള്ള പദവിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇവർ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഉടായ്പൊന്നും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ അത് നടക്കില്ല. കാരണം ഇനി ലീഗിൻ്റെ കാര്യം ഈ ഒരു വിഷയത്തിലൊന്നും ലീഗ് വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീഗ് വിട്ടുപോകാൻ സാധ്യത കോൺഗ്രസ് ഇനിയും നന്നായില്ലെങ്കിൽ, അന്ന് കോട്ടയത്ത് കാണിച്ചില്ല, സുധാകരനും VD സതീശനും കൂടി ഞാൻ സംസാരിക്കുന്നു നീ സംസാരിക്കുന്നു അങ്ങനെയുള്ള ഉടായ്പും കാണിച്ച് അങ്ങനെയുള്ള എന്താ ചൈൽഡിഷ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും കൊണ്ടുവരി അവരുടെ സംഘടന വളർത്താതിരിക്കുകയും അങ്ങനെ അവർ ലോക്സഭാ ഇലക്ഷന് 10 സീറ്റ് താഴെ പോയാൽ ലീഗ് മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ആ ലീഗിനെ കുറ്റം വന്നിട്ട് കാര്യമില്ല.
ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കൾ എന്തായാലും CPM-ന്റെ നിലപാടിനെ പുകഴ്ത്തുകയാണല്ലോ. അത് പക്ഷേ CPM അങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് കേരളം കണ്ടുകൊണ്ടാണെന്നുള്ള ചർച്ചയിലേക്ക് വരികയാണ്. കാരണം CPM ചുരുങ്ങുകയാണല്ലോ കേരളത്തിലേക്ക്. അതിനുള്ള മറുപടി കൂടിയാണ് ഫക്രുദ്ദീൻ നൽകിയത്, അല്ലേ? അദ്ദേഹം അല്ല എന്ന് പറഞ്ഞാലും. ശ്രീ ഹസ്കർ. മഞ്ജുഷേ, CPM എടുത്തിട്ടുള്ള നിലപാട്, പോളിറ്റ് ബ്യൂറോ കൂടിയാലോചിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് കൃത്യമായി കാലാകാലങ്ങളായി CPM എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ്. സ്വാഭാവികമായും മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടരുത്. വിശ്വാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യത മാത്രമാണ്. അത് ഒരു കാരണവശാലും സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസുകൾ ഉള്ള ഘട്ടത്തിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു കാരണവശാലും മതത്തിന്റെ നിറം കൊടുക്കാൻ പാടില്ല എന്ന നിലപാട് എന്ന് പറയുന്നത് CPM കേരളത്തെ മാത്രം കണ്ടുകൊണ്ടല്ലോ. CPM ഒരു ചെറിയ പ്രാദേശിക പാർട്ടിയാണെന്നൊക്കെ ഷാബു കളിയാക്കുമ്പോൾ പോലും പ്രാൺ പ്രതിഷ്ഠാ മഹോത്സവത്തിന് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുന്ന തരത്തിലേക്ക് ആ പാർട്ടി പ്രസക്തമാണെന്നേ. CPM-നെ നിങ്ങൾ ഭയപ്പെടുന്നത് ഞങ്ങൾ ചെറിയ പാർട്ടി ആയതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ നിലപാടുകൾ കൊണ്ട് ഇന്ത്യയിലാകമാനം നിങ്ങളെ വിറപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിചാരധാരയിൽ ഞങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന തരത്തിൽ നിങ്ങളുടെ ആചാര്യന്മാർ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായും കേരളത്തിലും ഇന്ത്യയിലും CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു BJP തന്നെയാണ്. അതുകൊണ്ടാണ് മതനിരപേക്ഷ നിലപാട് കോൺഗ്രസ് എടുക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. മതനിരപേക്ഷ നിലപാട്, മതേതരത്വത്തെ സംരക്ഷിക്കുക എന്ന നിലപാട് എടുക്കണമെന്നുണ്ടെങ്കിൽ രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ മഹോത്സവത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു നിലപാടാണ് താങ്കൾ ഈ പറയുന്നത്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ള നിലപാട്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കോൺഗ്രസ് ഒരിക്കലും മുന്നേറി വരരുത് എന്ന് കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് കൂടിയാണല്ലോ അത്. ഈ 1989 രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് BJP ഒരു പ്രത്യക്ഷത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനുശേഷം 89-ന് ശേഷം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങൾ നാം കാണാതിരുന്നുകൂടാ. ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയിൽ മതം കലർന്ന രാഷ്ട്രീയവും ഹിന്ദുത്വ അജണ്ടയും മാത്രം ചർച്ച ചെയ്യപ്പെടുകയും ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചോ ഇന്ത്യയുടെ തൊഴിലില്ലായ്മയെക്കുറിച്ചോ ഇന്ത്യയുടെ തത്വശാസ്ത്രത്തെക്കുറിച്ചോ ഇന്ത്യയുടെ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചോ ഇന്ത്യയുടെ കർഷകരെ കുറിച്ചോ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സമയമില്ലെന്നേ. അങ്ങനെ നമ്മുടെ ചർച്ച വഴിമാറി പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹിന്ദുത്വ സമീപനവുമായി BJP നിൽക്കുകയും മറുവശത്ത് കോൺഗ്രസ് മതേതര മുഖം അണിഞ്ഞുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആ മൃദു ഹിന്ദുത്വ സമീപനം വിട്ടുവന്നാൽ കോൺഗ്രസിന് ഇന്ത്യ ഒട്ടാകെ ഹിന്ദുത്വ സമീപനം, ഹിന്ദുത്വ ചിഹ്നങ്ങൾ, ഹിന്ദുത്വമായിട്ടുള്ള ചടങ്ങുകൾ ഒക്കെ, അനുഷ്ഠാനങ്ങൾ ഒക്കെ ആചരിച്ചാൽ കോൺഗ്രസിന് ഇന്ത്യ ഒട്ടാകെ കടന്നുപിടിക്കാനാകും എന്ന് കരുതുന്നിടത്താണ്. കാരണം പ്രത്യയശാസ്ത്രപരമായി പോലും BJP-യുടെയും RSS-ന്റെയും വേരുകൾ അറുത്തുമാറ്റണമെങ്കിൽ അങ്ങനെ മൃദു ഹിന്ദുത്വ സമീപനമല്ലെന്നേ. ഹിന്ദു സമൂഹത്തിനുള്ളിൽ കൃത്യമായി അതിനുള്ള പ്രചരണം നടത്തുന്ന ബാധ്യത കോൺഗ്രസിനുണ്ട് ഇന്ത്യ ഒട്ടാകെ. രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തി പറഞ്ഞുകൊണ്ട്, രാജ്യം നേരിടുന്ന ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആണ് കോൺഗ്രസ് വരേണ്ടത്. മറിച്ച് BJP കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി കാണിക്കുന്ന ഈ നമ്പറുകൾ കണ്ട് ഭയന്നു പിന്മാറുകയല്ല വേണ്ടത്. BJP കാണിക്കുന്ന നമ്പറുകൾക്ക് മറുകണ്ഠം ചാടുന്ന തരത്തിൽ ഇന്ത്യ ഒട്ടാകെ പ്രചരണം നടത്തുന്നതിന് കോൺഗ്രസിന്റെ കടുത്ത രാജ്യസ്നേഹം വെച്ചുകൊണ്ടും കടുത്ത രാഷ്ട്രീയ വിശദീകരണങ്ങൾ കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലേക്ക് മാറുന്നതിനാണ് കോൺഗ്രസിന് അവസരം തേടേണ്ടത്. അതിനു പകരം കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്നത് BJP എടുക്കുന്ന അതേ നാണയത്തിന്റെ മറുവശം എടുത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലടക്കം ഇത്തരമൊരു സമീപനം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യക്ഷത്തിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. നേരത്തെ ശ്രീ ഫക്രുദ്ദീനൊക്കെ സൂചിപ്പിച്ചതുപോലെ 10 താഴെയിലേക്ക് കോൺഗ്രസിന് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ സ്വാഭാവികമായും ഈ 20 MP-മാരും പാർലമെന്റിൽ ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് കൊണ്ട് അത് ഫലത്തിൽ ദോഷമൊന്നും ചെയ്യില്ല എന്ന് മാത്രമേ നമുക്കിപ്പോൾ കരുതാനാകൂ. ശരി, ശ്രീ N. ശ്രീകുമാർ, ഇതിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ പോകുവാൻ താല്പര്യപ്പെടാത്തവരാണ്. കോൺഗ്രസേ ഉള്ളൂ പോകണം എന്ന് അകത്ത് മുറിച്ച് ആദ്യം തന്നെ പറഞ്ഞയാൾ, ഞങ്ങൾ പോകും എന്ന് ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഇന്ത്യ മുന്നണിയിലുള്ളത് ദേശീയ കക്ഷികൾ എത്രയുണ്ട് മഞ്ജുഷേ?
ദേശീയ കക്ഷിയുടെ വളരെ കുറവല്ല. ഇപ്പം മമതയുടെ പാർട്ടി ആണെങ്കിലും നിതീഷ് കുമാറിന്റെ പാർട്ടി ആണെങ്കിലും SP ആണെങ്കിലും ലല്ലുവിന്റെ പാർട്ടി ആണെങ്കിലും ഒക്കെ ഒരു പ്രാദേശികമായി നിൽക്കുകയാണ്. കോൺഗ്രസ് ഇപ്പൊ ഷാബു പ്രസാദ് നേരത്തെ പറഞ്ഞു കോൺഗ്രസ് 89-ല് ഇങ്ങനൊരു ഹിന്ദുത്വ സമീപനം എടുത്തപ്പോൾ പടിയടച്ച് പിണ്ഡം വെച്ചെന്ന്. അദ്ദേഹം മറന്നുപോയോ? ഇന്ദിരാഗാന്ധി കൈപ്പത്തി ചിഹ്നം തെരഞ്ഞെടുത്തിട്ട് പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടാണ് ഡൽഹിക്ക് പോയത്. ഇന്ദിരാഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. അതൊക്കെ മറന്നുപോയോ? കോൺഗ്രസ് എക്കാലത്തുണ്ട്. കമലാവതി ത്രിപാഠിയെ മറന്നോ? നമ്മള് UP-യിലത്തെ കമലാവതി ത്രിപാഠി റെയിൽവേ മന്ത്രിയായിരുന്നത്. എവിടെയാണെങ്കിലും ഹിന്ദുത്വ നിലപാടുമായിട്ട് അദ്ദേഹം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയാലും കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമുക്കറിയാമല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാ നേതാക്കളും അനുവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ പരീക്ഷണം, തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ പരീക്ഷണം വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു ആ ഒരു നിലപാടുള്ള ആളായിരുന്നില്ല. അല്ല, നെഹ്റുവിന്റെ അപ്പൊ സോമനാഥ ക്ഷേത്രത്തിലെ നെഹ്റുവിന്റെ ആ കാലത്തെ നിലപാട് അറിയാമല്ലോ. അതൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഗതിയിൽ 1947 മുതലേ കൂട്ടും മാറുകയല്ലേ. 2014 BJP അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഹിന്ദുത്വം ഉപയോഗിച്ച് തന്നെ നേരിട്ട് BJP-യെ ചേർത്ത് തോൽപ്പിക്കുക, ആ ഒരു അജണ്ടയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. പക്ഷെ അത് കോൺഗ്രസോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം അവിടെ വന്നിരിക്കുന്നത്. അതാണല്ലോ ഇന്ത്യ മുന്നണിയിൽ ഈ തർക്കമുണ്ടാകുവാനും കാരണം. അല്ലല്ല, ഞാൻ തെറ്റിദ്ധരിപ്പിച്ചത്. ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ഷാബു പ്രസാദ് പറഞ്ഞതിന് ഞാൻ ഒരു വിശദീകരണം നൽകുന്നു. ഒരൊറ്റ ചോദ്യം ഒന്ന് വഴങ്ങുവോ? ശരി ഷാബു പറഞ്ഞോളൂ. അയോധ്യയിൽ ഇപ്പോൾ ഈ രാമക്ഷേത്രം ഉയരുന്നത് നന്നായോ ഇല്ലയോ? അതിനെപ്പറ്റി താങ്കളൊന്ന് ഒരു അഭിപ്രായം പറയാമോ? ആദ്യത്തെ കാര്യം ഞാനൊരു കാര്യം പറയട്ടെ. ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുന്നത് നന്നായോ ഇല്ലയോ എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ചോദിച്ചത്. അല്ലല്ല, അത് കോൺഗ്രസ് ആണ് പറയേണ്ടത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. രാമക്ഷേത്ര നിർമ്മാണത്തിന് കോൺഗ്രസിന്റെ ആ ദക്ഷിണേന്ത്യക്ക് അപ്പുറത്തുള്ള ഒരുപാട് നേതാക്കളെ കൂപ്പൺ അടിച്ച് അതിന് സംഭാവന കൊടുത്തിട്ടുണ്ടെന്ന് ഷാബു പ്രസാദിന് അറിയാമല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര പാർട്ടിയാകുമ്പോൾ ഹിന്ദുക്കൾ കൂടുതലുണ്ടെന്ന്, ന്യൂനപക്ഷമുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ അത് നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിച്ചിട്ട് കാര്യമില്ല. സമസ്ത മുഖപ്രസംഗം എഴുതുകൊണ്ട് കോൺഗ്രസിന് നിലപാട് മാറ്റാൻ പറ്റുമോ? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ നിലപാടൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോൺഗ്രസ് BJP-യെ പരാജയപ്പെടുത്തുന്നതൊക്കെ ചില സമീപനങ്ങൾ എടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ ശ്രീ ഹക്സറോടെ പറഞ്ഞു BJP ആണ് മുഖ്യശത്രു എന്ന്. ഇവിടെ CPM-ന് അല്ല. CPM-ന് മുഖ്യശത്രു കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് കേരളം മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ, ബാക്കി ഒന്നുമില്ല. അവരെ സംബന്ധിച്ചോളം മോദി ഭരിച്ചാലും രാഹുൽ ഗാന്ധി ഭരിച്ചാലും വിഷയമല്ല. സമീപകാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാണല്ലോ, കോൺഗ്രസ് അതേ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പരാജയമാണ് സംഭവിച്ചത്. മധ്യപ്രദേശിൽ കണ്ടതാണ്. അല്ലല്ല, അത് വ്യത്യാസമുണ്ട് എന്റെ മഞ്ജുഷ. അതായത് ഉദാഹരണം പറയാം. മധ്യപ്രദേശിൽ സംഭവിച്ചത് സാധാരണ രീതിയിൽ കമൽനാഥിൻ്റെതായ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. അത് വേറെ വിഷയങ്ങളുണ്ട്. കാരണം അതിൽ ബജ്രംഗ് ദൾ വന്ന് പൊക്കി കാണിച്ചതും അതുപോലെ ഹിന്ദുക്കളെ കൂടുതൽ ആകർഷിച്ചതൊക്കെയാണ് എടുത്തു പറയുന്നത്. പക്ഷെ സത്യത്തിൽ അതൊന്നും അല്ല. യഥാർത്ഥ സംഭവം അതൊന്നുമല്ല. അവിടുത്തെ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അങ്ങനെ വന്നു പോയത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, വോട്ടിംഗ് ശതമാനം നോക്കണം എന്നുള്ളത്. എത്ര വോട്ടാണ് ഓരോരുത്തരും ജയിച്ചതെന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. രാജസ്ഥാനിൽ എന്തുകൊണ്ടാണെന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ അതിനൊക്കെ വ്യത്യസ്ത കാരണങ്ങളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വെട്ടൊന്ന് മുറിരണ്ട് എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. രാമക്ഷേത്രത്തിൽ ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല കോൺഗ്രസിന്. നാളെ ഒരു ക്രിസ്ത്യൻ പള്ളി പണിതാലും കോൺഗ്രസ് അവിടെ പോകും. മഞ്ജുഷ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സഭാ നേതാക്കളെ വിളിച്ചൊരു വിരുന്ന് കൊടുത്തില്ലേ? ആ വിരുന്നിൽ എല്ലാ ക്രൈസ്തവ നേതാക്കളും പോയപ്പോൾ അത് ആദ്യമായിട്ട് പ്രതിഷേധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ആദ്യം ഉണ്ടായത് ബിനോയ് വിശ്വത്തിൽ നിന്നാണ്, CPM-ൽ നിന്നല്ല. അപ്പൊ അവിടെ അങ്ങനെ പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിന്റെ സഭാ നേതാക്കളാണ് പോയത്. മണിപ്പൂർ വിഷയം അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കോൺഗ്രസിന്റെ കാര്യം വരുമ്പോഴാണ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞത് കുതിരയെന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മേൽ കുതിര കയറുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു എന്നാലോ BJP-യെ തോൽപ്പിക്കണം, അതിന് തന്ത്രം രൂപീകരിക്കണം, അത് പറ്റില്ല. അപ്പോഴേക്കും പിന്നെ ന്യൂനപക്ഷ വിരുദ്ധമായി മൃദു ഹിന്ദുത്വം എന്നുള്ള ഞാൻ എപ്പോഴും തള്ളിക്കളയുന്നതാണ്. അങ്ങനെ ഒരു ഹിന്ദുത്വം ഇല്ല. കാരണം ഹിന്ദുക്കളെ എന്ന് പറഞ്ഞാൽ മൃദുവെന്നൊന്നും തീവ്രമെന്നൊന്നും ഇല്ല. കേരളത്തിലെ കോൺഗ്രസിലെ ഹിന്ദുക്കളുണ്ട്. ശബരിമലയിൽ പോകുന്നതിൽ ഞങ്ങളുടെ ആളുകളുണ്ടെന്ന് CPM-കാർ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയില്ലേ? G. സുധാകരൻ എത്രയോ ഹൈന്ദവ സംഘടനകളുടെ ഹൈന്ദവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ പോയി, ഈ വിദ്യാരംഭം അടക്കം. അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കുക. അപ്പോഴതൊന്നും മൃദു സമീപനം സ്വീകരിച്ചതാണോ?
ജി സുധാകരൻ മൃദു സമീപനം സ്വീകരിച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഈ നമ്മുടെ ഷാബു പ്രസാദ് അടക്കം പറഞ്ഞ് ഞാൻ കേട്ടില്ല. കോൺഗ്രസിലെ ഒരാൾ ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്താൽ അത് മൃദു സമീപനമായി. AK ആന്റണിയുടെ ന്യൂനപക്ഷത്തെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹത്തെ എന്താണ് പറയാ, വധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് എക്കാലത്ത് നിലപാടുകളുണ്ടായാൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, BJP എങ്ങനെ നേരിടണം, അത് ഒരു ആയുധം കൊണ്ട് മറിച്ച് നേരിടണോ എങ്കിൽ ആയുധം കൊണ്ട് തന്നെ നേരിട്ടേ പറ്റൂ. ഇവിടെ ഇപ്പൊ ഷാബു പ്രസാദ് ഒരു ഭയപ്പാടാണ് ഞാൻ കാണുന്നത്. കാരണം കോൺഗ്രസ് പോയാൽ തകരുമെന്ന് അദ്ദേഹം പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാ? അപ്പൊ അദ്ദേഹം ഭയക്കുന്നു. BJPയുടെ വക്താവ് അല്ലെങ്കിൽ പോലും BJPയെ ഇഷ്ടപ്പെടുന്ന ഷാബു പ്രസാദ് ഭയക്കുകയാണ്. കോൺഗ്രസ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പൂജയ്ക്ക് പോകാൻ പാടില്ല, അവിടെ ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയപ്പാടിലാണോ ശ്രീ ഷാബു പ്രസാദ്? കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അസ്തിത്വം പൊളിയും, ആ രീതിയിലുള്ള ഒരു ഭയപ്പാടാണോ N. ശ്രീകുമാർ പറയുന്നത് പോലെ? അല്ല 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 എനിക്ക് ശ്രീകുമാർ സാറിൻ്റെ ആ ഒരു അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. അത് കുറേ നാളായിട്ട് ഈ കോൺഗ്രസ്സുകാർ ഈ കോൺഗ്രസ് മനസ്സുള്ളവരും ആ കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധി ഉള്ളവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ പേടിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് കോൺഗ്രസിനെ പേടിയാണ്, ഇങ്ങനെ നാട്ടുകാർക്ക് മുഴുവനും എന്നെ പേടിയാണ്, ഞാനൊരു ഭയങ്കരനാണ്, ഞങ്ങളൊരു വലിയ സംഭവമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന് ഇങ്ങനെ ആത്മനിർവൃതി അടയുക എന്നുള്ളത് ഈ കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസ് മനസ്സുള്ളവരുടെയും അടുത്ത കാലത്തെ ഒരു ശീലമാണത്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അവരുടെ ആഗ്രഹിക്കാൻ അവർക്ക് അവകാശമുണ്ടല്ലോ. പിന്നെ ശ്രീ BN ഹക്സർ ഇവിടെ പറഞ്ഞേ, ഇവർ പറയുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നു BJPക്കാർക്ക് കോൺഗ്രസ്സുകാരെ അങ്ങ് പേടിയാണെന്ന്. ഇപ്പം CPMന്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ഇടതുപക്ഷ ചിന്തകനായ ഹസ്കർ പറയുന്നു, BJPക്കാർ നിങ്ങളെയല്ല ഞങ്ങളെയാണ് പേടിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇപ്പുറത്ത് BJP ഇങ്ങനെ പുഞ്ചിരി തൂങ്ങിയിരിക്കും. ഇപ്പം ആരെയാണ് പേടിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അപ്പുറത്ത് BJP ഇരിക്കുന്നത്. ഇനി അക്കാര്യത്തിൽ നിങ്ങൾ തമ്മിലൊരു തീരുമാനം ഉണ്ടാക്കുക, BJPക്കാർ ആരെ പേടിക്കണമെന്നുള്ള കാര്യത്തിൽ. പിന്നെ ഈ ഹസ്കർ ഇവിടെ പറഞ്ഞ ഞങ്ങളത്ര ചെറിയ ആൾക്കാരൊന്നുമല്ല, അത്ര ചെറിയ ആൾക്കാരെയാണ് നിങ്ങളിപ്പോൾ ഈ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരിക്കലും ഞാൻ ഹസ്കറിനോട് അത് പറഞ്ഞതാണത്. അതായത് ഈ ചെറുതിനെയാണ് ഹസ്കറെ ഏറ്റവും അധികം ഭയക്കേണ്ടത്. ഈ ലോകം മുഴുവനും പനിക്കിടക്കയിലാക്കിയ ആ ഒരു വൈറസ് വളരെ ചെറുതാണ്. അത് ലോകം മുഴുവനും കൂടെ എടുത്തു കഴിഞ്ഞാൽ 3 ഗ്രാമേ വരുള്ളൂ. പിന്നെ ഗുരുജി ഗോൾവൽക്കർ ഈ വിചാരധാരയിലെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി എഴുതിയ ആ കാലം കൂടെ നിങ്ങൾ ഓർക്കണം. അതായത് ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെയും കൂടെ ഒരു ചരിത്രമുണ്ട്. ഏതാണ്ട് 70-71 വരെ ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ടോ. പ്രധാന പ്രതിപക്ഷം, ഏറ്റവും വലിയ പ്രധാന പ്രതിപക്ഷമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീകുമാർ സാറിനെ തിരുത്താം, എനിക്ക് തോന്നുന്നു 70s ആദ്യ ഘട്ടം വരെ CPM ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു. ജനസംഘത്തിനേക്കാൾ വലിയ പാർട്ടിയായിരുന്നു. അതുപോലെ കേരളം, ബംഗാൾ, അതേപോലെ ബീഹാറിൽ, രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ, ആന്ധ്രയിൽ അവിടെയൊക്കെ നല്ല ശക്തി ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ആ കാലത്ത്. അന്നതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അവിടെ നിന്ന് അവരെ ചുരുക്കി അവസാനം ഈ കേരളമെന്ന ഒരു മൂലയിൽ വരെ എത്തി. ഇപ്പോഴും ആ ഒരു ഭീഷണി ഒഴിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശോഭനമായ മറ്റൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് അയവറക്കുന്ന ഒരു ആശ്വാസത്തിന് നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തായാലും ഈ രാമക്ഷേത്ര നിർമ്മാണം, അടുത്ത മാസം 22-ാം തീയതി രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. തീർച്ചയായും BJP എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. തീർച്ചയായും BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകും. ആ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രചരണങ്ങളും പ്രവർത്തികളും, അവരുടെ ഓരോ പ്രവൃത്തിയിലും രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളും ഉണ്ടാകും. അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇന്ന് രാജ്യത്തെ BJPയുടെ പ്രധാന പ്രതിയോഗി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ കൂടുതൽ തളർത്താൻ കിട്ടുന്ന ഒരവസരവും BJP വെറുതെ കളയില്ല.
അതേപോലെ തന്നെയാണ് എല്ലാ പാർട്ടികളും അങ്ങനെയാണ്. തങ്ങളുടെ ശരി, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ തങ്ങളുടെ ഫക്രുദ്ദീൻ അലി, അത് എതിരാളികളെ സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. തകർക്കാനും തളർത്താനും ഷാബു കഴിയുമോ, പറഞ്ഞ ആ കാര്യം. അവസരം കാരണം ഉപയോഗിക്കും. എല്ലാത്തിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട്. ഇതിപ്പോൾ ഈ രാമക്ഷേത്രം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു, അത് നടപ്പാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പോയി പ്രത്യേകിച്ച് തല കാണിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അവിടെ ഒരു വലിയൊരു എന്താ പറയുക, പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ചടങ്ങാണ്. ഈ ദൃശ്യങ്ങൾ തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും. സംശയമില്ലാത്ത കാര്യമാണല്ലോ. പിന്നെ കോൺഗ്രസ് പോയതുകൊണ്ടോ മറ്റു പാർട്ടികൾ പോയതുകൊണ്ടോ പോകാതിരുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് എന്ത് മാറ്റം സംഭവിക്കാനും? പോയില്ലെങ്കിൽ പണിയിട്ടു. പോയില്ലെങ്കിൽ ഈ ഷാബു പ്രസാദ് തന്നെ അടുത്ത ഡിസ്കഷൻ വന്നിട്ട് പറയുന്നത് അറിയോ, രാമക്ഷേത്രം ഞങ്ങൾ അവിടെ കയ്യേറുണ്ടാക്കുന്നതല്ലേ, പൊളിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്, നമ്മളാളുകൾക്ക് തന്നെ പൊളിച്ചു. പക്ഷേ കോടതി വിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ ഈ രാമക്ഷേത്രം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ രാമക്ഷേത്രം അത് കോടതി വിധി റൂൾ ഓഫ് ലോ ആണ്. പോയാലും കിട്ടും. അപ്പൊ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പോയാലും പണി കിട്ടും. പ്രശ്നം അല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾ ഹിന്ദു വിരോധികളാണ്, നിങ്ങൾ ഈ സംസ്കൃതിക്ക് എതിരാണ്, നിങ്ങൾ സോണിയാഗാന്ധിയുടെ ആളുകളാണ്, ഈ നെഹ്റു എന്ന് പറഞ്ഞ യുക്തിവാദിയാണ് എന്നൊക്കെ രാബു പ്രസാദ് വന്ന് പറയും. ഇത് ഉത്തരേന്ത്യയിൽ ഭയങ്കര റിപ്പർക്കഷൻസ് ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് അവർക്ക് കേരളത്തിന് മാത്രമാണ് ഇതിന് പുറത്ത് കുറച്ചെങ്കിലും അവർക്കൊരു കോൺഗ്രസ് നെഗറ്റീവായിട്ട് ഉണ്ടാകുക. പക്ഷേ കേരളത്തിൽ പറയും ഇപ്പോഴത്തെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു കോൺടെക്സ്റ്റ് മുസ്ലിംസിന് അത്ര അണ്ടമാനൊന്നും അല്ല. ഇപ്പോൾ ഇനി ജെഫ്രി തങ്ങൾ കുറേ പ്രായക്കായി, മൂപ്പര് പണ്ട് ഈ സമുദായത്തിനുള്ളിൽ നുഴഞ്ഞ് കയറിയിട്ട് സമുദായത്തെ താക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉൾവിളീൻ്റെ പുറത്ത് കണ്ടുപിടിച്ച് സംസ്ഥാനത്ത് പുറത്താക്കിയ ആളാകാം. പക്ഷേ ഇപ്പം പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഡയലോഗൊക്കെ സുപ്രഭാതത്ത് കണ്ടത്. എന്ന് വെച്ചാൽ എന്താ പോകാതിരിക്കാൻ ധൈര്യമുണ്ടോന്നോ, അതെന്ന് വെച്ചാൽ സത്യത്തിൽ ഒരു ഇന്ത്യ CPM കാണിച്ച ആർജവം കോൺഗ്രസിനുണ്ട്. അല്ല, അതിന് പക്ഷേ മൂപ്പർക്ക് ഒന്നിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ കുറച്ചൊരു പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രോബ്ലമാണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ രാമൻ, ഞാൻ പറഞ്ഞല്ലോ, രാമൻ എന്നുള്ള കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ എത്ര പവർഫുള്ളാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉത്തരേന്ത്യ രാമക്ഷേത്രത്തിൻ്റെ ഇത് RSS പിന്നെ പിടിച്ചെടുത്ത് ബലം പ്രയോഗിച്ച് ക്ഷേത്രം ഉണ്ടാക്കി ബലം പ്രയോഗിച്ചല്ല, മറ്റേ മന്ദിരം തകർത്ത് മാത്രം ബലം പ്രയോഗിച്ചു, മറ്റേ കോടതി വിധി അനുസരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വിധി അനുസരിച്ചിട്ട് ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ഹിന്ദുക്കളുടെ പ്രാതിനിധ്യമുള്ള കോൺഗ്രസ് എന്ന പാർട്ടി അതിൽ പോകാതിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ നിഷേധിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ആ ചോദ്യം. സത്യത്തിൽ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോകണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ഈ നെഹ്റു പോലും പൂർണ്ണമായിട്ട് ഇന്ത്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യമാണെങ്കിലും പല കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ പിന്നെ ഇയാളുണ്ടായിരുന്നില്ല ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സന്യാസി ഉണ്ടായിരുന്നല്ലോ, കപട സന്യാസി എന്നൊക്കെ പറയും. നെഹ്റുവിനെ അയാൾ ഉദ്ദേശിച്ച് യോഗ പഠിപ്പിച്ചിരുന്നു. നെഹ്റുവിൻ്റെ തന്നെ ഇന്ത്യ സോമനാഥ ക്ഷേത്രത്തിന്റെ കാര്യത്തിലും നെഹ്റു മറ്റുള്ളവരെ തടഞ്ഞിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുമ്പോൾ നെഹ്റു ഈ പറയുന്നതിനെ പോലെ ഈ ഹാർഡ് കോർ യുക്തിവാദി ഒന്നും ആയിരുന്നില്ല. ഹാർഡ് കോർ യുക്തിവാദികൾക്ക് ഇതിലും വിവരമുണ്ട്. ഇത് ഈ പറയുന്നതിനുമായി നിഷേധികളെ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആളുകളെ പോലുള്ള ആളൊന്നായിരുന്നില്ല നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തുന്ന പുസ്തകത്തെയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യങ്ങൾ അദ്ദേഹം വലിയ രീതിയിൽ ബഹുമാനിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ അദ്ദേഹം ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട ചില ആചാരങ്ങളും ഹിന്ദുത്വം എന്നുള്ള ആശയം ഇതിലൂടെ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ഓൾ ഹി വാസ് എ ഹിന്ദു. അതങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല ഹിന്ദുക്കളാണ്, ഒരു ദിവസം എൻ്റെ വാപ്പയമ്മയൊക്കെ നല്ല ദിവസം എനിക്ക് വിചാരിച്ചാൽ പോലും ഒരു യുക്തിവാദിയാകുമ്പോൾ അത്ര എളുപ്പമൊന്നല്ലത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് പോയിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസ് വലിയ കാലാകാലം അത് ഉപയോഗിക്കും കോൺഗ്രസിനെതിരെ. പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കേരളത്തിലെ മുസ്ലിംസിന് അതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് പിന്നെ ചില ഈ പറയുന്നതിൻ്റെ മാതിരി ആഗോള മുസ്ലിം കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂട്ടി ഖിലാഫത്ത് ഉണ്ടാക്കണം എന്നുള്ള വൃഥാ സ്വപ്നവുമായിട്ട് നടക്കുക. സൗദി പോലും അതായിട്ട് യോജിക്കുന്നില്ല, വിചാരിച്ചടക്കുന്ന ചെറിയൊരു ന്യൂനപക്ഷവും അതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന വേറെ ചില ആളുകളും അതിൻ്റെ കൂടെ കുറച്ച് പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രത്തിലെ ചില നിലപാടുകളൊക്കെ എടുക്കുന്ന എഫ് തങ്ങളെപ്പോലെ ചില ആളുകൾ എന്തൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരി, ശ്രീ BN ഹസ്കർ, അവസാനമായിട്ട് CPM ആദ്യം തന്നെ ഒരു നിലപാടെടുത്തത് ഞങ്ങൾക്ക് എന്തോ ഒരു മൈലേജ് കിട്ടും എന്നൊരു ധാരണയിലാണല്ലോ. പക്ഷേ അത് ഈ കോൺഗ്രസിനെ അടിക്കുവാനുള്ള ഒരു വടിയായിട്ട് നിങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഒന്നുമല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഒപ്പമുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. മഞ്ജുഷ, യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല CPM ആ നിലപാടെടുത്തിട്ടില്ല. CPM അതിന്റെ സർവ്വകാലത്തെയും രാഷ്ട്രീയ നിലപാടിനൊപ്പം ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു എന്നുള്ളതിനപ്പുറം ഇത് കോൺഗ്രസ് പോവുകയോ പോകാതിരിക്കുകയോ എന്നുള്ളത് കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യമാണെന്നും അവരെ നിലയ്ക്ക് നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും അല്ല CPM നടത്തിയിട്ടുള്ളത്. CPMന്റെ നിലപാടെടുക്കുന്നു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മഹാഭൂരിപക്ഷം പ്രാദേശിക പാർട്ടികളാണ്. സ്വാഭാവികമായിട്ട് പ്രാദേശിക പാർട്ടികൾക്ക് 1989 CPM എടുത്തിരിക്കുന്ന നിലപാടിൽ നിങ്ങൾ പറയുന്നത്, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിൽ തന്നെ പറയുന്നത്, എതിർക്കുവാനുള്ള കാരണമായിട്ട് പറയുന്നത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു മതത്തെയാണ്. അത് BJPക്കെതിരെ എല്ലാ കാലത്തും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനെ
ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സ്പെസിഫിക് റീസൺ ഇക്കാര്യത്തിൽ പറയുന്നില്ല. ഈ രാമക്ഷേത്രത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടൊരു ഇന്നതാണ് കാരണം, ഞങ്ങൾ വിട്ടുനിൽക്കാൻ കാരണം, ഞങ്ങൾ പോകാത്തതിന് കാരണം എന്ന് പറയുന്നില്ല. അല്ല, ഈ പ്രാൺ പ്രതിഷ്ഠാ മഹോത്സവത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിനുള്ള ഏറ്റവും വ്യക്തമായ കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയം മതത്തെ ഉപയോഗിക്കുന്നു, മതം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. വിശ്വാസ സമൂഹത്തെ ഞങ്ങൾ എന്നും കരുതലോടുകൂടി കാണുന്നു. അത് വ്യക്തിപരമായിട്ടുള്ള വിശേഷമാണ്. ആ വിശ്വാസ സമൂഹം വിശ്വാസവും സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ഭരണഘടനാപരമായി വിശ്വാസികൾക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. രാമക്ഷേത്രത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു അല്ലേ? അങ്ങനല്ല, രാമക്ഷേത്രത്തെയും ബാബരി മസ്ജിദിനെയും ഒരേപോലെ കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അല്ലാതെ രാമക്ഷേത്രത്തെ മാത്രം അംഗീകരിക്കുന്ന നിങ്ങളുടെ മഞ്ഞക്കണ്ണട വെച്ചിട്ടുള്ള കാഴ്ചയാണ് ഞങ്ങളുടെ പ്രശ്നം. അവിടെ പണി തീർന്നുകൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? CPM-ന്റെ അംഗീകാരം എന്തിനാണ്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അതവിടെ വരുന്നത്. അത് CPM-ന്റെ തീരുമാനം അല്ലല്ലോ. CPM അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടി അല്ല, നിങ്ങൾ ആ കോടതി വിധിക്കെതിരായിരുന്നല്ലോ. നിങ്ങൾ ആ കോടതി വിധിയെ വിമർശിച്ചവരാണല്ലോ. ഇപ്പോഴും ആ വിധിക്കെതിരാണ്. 495 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രപരമായിട്ടുള്ള അപ്പോൾ ആ രാമക്ഷേത്രത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, രാമക്ഷേത്രം തെറ്റായ കോടതി വിധിയിലൂടെ നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ പ്രശ്നം ആ രാമക്ഷേത്ര ബാബരി മസ്ജിദ് വിധി പൊളിച്ച അടുക്കിയതാണ്. നിങ്ങൾ തല്ലി തകർത്തതാണ് ഞങ്ങളുടെ പ്രശ്നം. സുപ്രീം കോടതിയും ആ വിധിയിൽ പലയാവർത്തി പറയുന്നു ക്രിമിനൽ ആക്ട് എന്ന് തന്നെ. അല്ല, നിർഭാഗ്യവശാൽ അതൊരു ക്രിമിനൽ ആക്ട്. ഒരു കുറ്റകൃത്യം 495 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കുറ്റകൃത്യമാണ് എങ്കിൽ ആ കുറ്റകൃത്യത്തെ തിരുത്തുന്നതിനു വേണ്ടി 495 വർഷം കഴിഞ്ഞ് മറ്റൊരു കുറ്റകൃത്യം ചെയ്തുകൊണ്ടാവരുത് എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. അതായിരുന്നു CPM-ന്റെ നിലപാട്. നിങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കുകയോ നിങ്ങൾ ആ രാമക്ഷേത്രത്തിനെ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ രാമക്ഷേത്രത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ രാമക്ഷേത്രം വരുന്നത് നല്ലതാണ്, നന്നായി, ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു. പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത് അവിടെ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു. അതായത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണല്ലോ അല്ലേ ഹസ്കർ? അത്രേ ഉള്ളൂ. അത് ഒരു കാരണവശാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഒരു മതപരമായ ചടങ്ങുകൾ നടത്തുന്നത് ഭരണഘടനാപരമായി അനുവദനീയമല്ല. അപ്പൊ അവർ വേറൊരു നിലപാട് പറയുന്നത് ട്രസ്റ്റാണ് നടത്താൻ പോകുന്നത്. ഇന്ത്യന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ UP-യുടെ മുഖ്യമന്ത്രിയും അടക്കം നിരന്നു നിന്നുകൊണ്ട് നടത്താൻ പോകുന്ന പ്രാൺ പ്രതിഷ്ഠാ മഹോത്സവ് സംസ്ഥാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു റിലീജിയസ് സെറമണി തന്നെയാണ്. CPM-ന്റെ നിലപാടിൽ അവ്യക്തത തോന്നുന്നുണ്ടോ ശ്രീ ഫക്രുദ്ദീൻ? അല്ല, CPM-ന്റെ നിലപാടിൽ അവ്യക്തത തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുമ്പം CPM-ന്റെ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി ഉള്ള നിലപാടാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത്രയും കാലം നമ്മൾ റോക്കറ്റ് മുകളിലോട്ട് അയച്ചപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള സ്റ്റെൽത്ത് ക്രൂയിസർ കപ്പലുകൾ ഇറക്കിയ സമയത്ത് നമ്മൾ പൂജ നടത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ധാരയുടെ ഭാഗമായിട്ട് എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഗവൺമെൻറ് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടേ തോന്നുള്ളൂ. ശരി, നന്ദി ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് BN ഹസ്കർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ കോൺഗ്രസ് പങ്കെടുക്കണമെന്ന് 61% പ്രേക്ഷകർ, പങ്കെടുക്കേണ്ട എന്ന് 33%, നിഷ്പക്ഷം 6%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. I do not know. ED, they are